നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. സർക്കാർ കൊണ്ടുവന്ന പട്ടയ ഉത്തരവ് ഇടുക്കി ജില്ലാ കളക്ടർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ആദിവാസി സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂലൈ 10-ന് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തുമെന്ന് ആദിവാസി ഏകോപന സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനതല ലോക ജന്തുജന്യ രോഗ ദിനാചരണം കാക്കനാട് നടന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്യാസ് മാസ്റ്ററിംഗ് സൗജന്യ സർവീസ് ഒരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ശ്രദ്ധേയമായി. ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർക്കാർ കൊണ്ടുവന്ന പട്ടയ ഉത്തരവ് ഇടുക്കി ജില്ലാ കളക്ടർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ആദിവാസി സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂലൈ 10-ന് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തുമെന്ന് ആദിവാസി ഏകോപന സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി M. കബിക്കാട് ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം വന്യമൃഗ ആക്രമണത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും ആദിവാസി മേഖലയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത കിറ്റുകൾ വിതരണം ചെയ്തതിൽ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ആദിവാസി സമൂഹത്തെ അണിനിരത്തി വൻ പ്രക്ഷോഭം നടത്തുമെന്നും വ്യക്തമാക്കി. ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന പട്ടയ ഉത്തരവ് ഇടുക്കി ജില്ലാ കളക്ടർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ആദിവാസി സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 10-ാം തീയതി രാവിലെ 11 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ ആദിവാസി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധർണയും പ്രതിഷേധ യോഗവും സംഘടിപ്പിക്കും. പ്രശസ്ത ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി M. കബിക്കാട് ഉദ്ഘാടനം നിർവഹിക്കും. വനാതിർത്തിക്ക് പുറത്തുള്ള ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് നിലവിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല എന്ന സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമികൾ റവന്യൂ ഭൂമിയായി കണക്കാക്കി 1964 ചട്ടപ്രകാരം പതിച്ചു നൽകണമെന്ന പുതിയ ഉത്തരവ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ ജില്ലകളിലെ കളക്ടർമാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. കൂടാതെ ഇടുക്കി ജില്ലാ കളക്ടർ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പാസാക്കിയ 1000-ഓളം ആദിവാസി പട്ടയങ്ങളും ഇത്തരത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാരല്ലാത്തവർക്ക് പട്ടയം നൽകി വരുമ്പോൾ ആദിവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ 1-2 ആദിവാസികൾക്ക് പട്ടയം നൽകുന്നുവെന്നും അവർ ആരോപിച്ചു. ആദിവാസികൾക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള വികസന കാര്യങ്ങൾക്കും കാലാകാലങ്ങളായിട്ട് അനുവദിക്കുന്ന ഫണ്ടുകൾ യഥാസമയം അവർക്ക് നൽകാതെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിച്ച് അവരെ ഒരു മുഖ്യധാരയിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഭക്ഷണം, അതുപോലെ അവരുടെ പാർപ്പിടം, റോഡ്, അതുപോലെ തന്നെ ആരോഗ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഈ ഒരു സംഘടനയായി ഇപ്പോൾ ആദിവാസി ഏകോപന സമിതി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഫണ്ടുകൾ കൊടുക്കുവാൻ പറ്റുന്നില്ല. അവർക്ക് വികസന പദ്ധതികൾക്ക് വേണ്ട റോഡുകൾക്കൊന്നും തന്നെ ഫണ്ടുകളില്ല എന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റികളില്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വർഷാവർഷങ്ങൾ കിട്ടുന്ന ഗവൺമെന്റ് ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്ന പൈസയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസകളും എവിടെ പോകുന്നു? അത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ ലംസം ഗ്രാന്റ് ഉൾപ്പെടെ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല. കുട്ടമലയിൽ പഠിക്കുന്ന IT വിദ്യാർത്ഥികൾക്ക് അത്താഴം പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം. അപ്പൊ ഞങ്ങൾ അന്വേഷണം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കൂളായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റ് സർക്കാർ ഏജൻസിന്റെയും ഫണ്ട് ഉപയോഗിച്ച് ശമ്പളം മേടിക്കുകയും അവർ സുഖകരമായി ജീവിക്കുന്നു. ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ, അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. ഇതിനൊന്നും പരിഹാരം ഇതെല്ലാം മന്ത്രിതലത്തിലും പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കാര്യമാണ്. ഇത്തരം വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായി സംഘടന ഇടപെടുകയാണ്.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി മനോജ്, ജനറൽ സെക്രട്ടറി കെ രാജൻ, സംസ്ഥാന ഖജാൻജി MI ശശി, ഉള്ളാട മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PA മോഹനൻ, കേരള പട്ടികവർഗ ഊരാളി സമുദായ സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM പുഷ്പരാജൻ, ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് OS ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആദ്യകാല പ്രസിഡന്റുമാർ, അംഗങ്ങൾ എന്നിവരെ ആദരിച്ചുകൊണ്ട് കോഴിപ്പള്ളി സഹകരണ ബാങ്ക് 60ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആദ്യകാല പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ബാങ്കിന്റെ 1ാം നമ്പർ അംഗത്തെയും ആദരിച്ചു. ആദ്യകാല പ്രസിഡന്റുമാർ, അംഗങ്ങൾ എന്നിവരെ ആദരിച്ചുകൊണ്ട് കോഴിപ്പള്ളി സഹകരണ ബാങ്ക് 60ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോതമംഗലം താലൂക്കിലെ കോഴിപ്പള്ളി സഹകരണ ബാങ്ക് 60ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുൻകാല പ്രസിഡന്റുമാർ, ആദ്യകാലത്തെ മുതിർന്ന അംഗങ്ങൾ എന്നിവർക്ക് ആദരവും ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തിയത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തികച്ചും ഡെപ്പോസിറ്റ് വാങ്ങുക അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ബാങ്കായി പ്രവർത്തിക്കുമ്പോൾ ഒട്ടനവധി പൊതുവായ വിഷയങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആദ്യകാല പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ബാങ്കിന്റെ 1ാം നമ്പർ അംഗത്തെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ യോഹനാൻ, PP കുട്ടൻ, KM സെയ്ദ്, MS ബെന്നി, ദീപ ഷാജു, ഷജി ബ്ലസി, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൽദോസ് KM, റസാഖ് KM, അജി CK, മിഥുൻ മണി, ജയൻ KP, സിജി വില്യം, ഷാനി മാർട്ടിൻ, ഷെർലി കുര്യാക്കോസ്, വർക്കി PK, EI ജോസഫ്, ഷാജി വർഗീസ്, ജോസി പോൾ, നിസാർ ഇറക്കൽ, KG കുര്യാക്കോസ്, മാത്യു PV, പോൾ A എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം റഹീം CA സ്വാഗതവും സെക്രട്ടറി ഉമാദേവി KV നന്ദിയും പറഞ്ഞു. കോഴിപ്പള്ളി സഹകരണ ബാങ്ക് 60ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്ക് വയോജനങ്ങളായ അംഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വാതിൽപ്പടി സേവനങ്ങളും സ്കൂൾ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സ്കൂൾ തലത്തിൽ നിക്ഷേപ പദ്ധതികളും ചെറുകിട നാമമാത്ര കർഷകർ വഴി ജൈവകൃഷി പ്രോത്സാഹന പദ്ധതികൾ, തദ്ദേശ കർഷക മാർക്കറ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. ഞങ്ങളുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്ന് 60 വർഷം പൂർത്തിയാകുകയാണ്. ഈ 60 വർഷം മുൻപ് 234 അംഗങ്ങളോടുകൂടി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് വിവിധ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കും അതുപോലെ വയോജനങ്ങൾക്കും വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപ സമാഹരണ പദ്ധതികൾ, അതുപോലെ ജൈവ കർഷകരെ സഹായിക്കുന്നതിന് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ വിവിധ മേഖലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സംസ്ഥാനതല ലോക ജന്തുജന്യ രോഗ ദിനാചരണം കാക്കനാട് നടന്നു. വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ, കേരള ആരോഗ്യ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനതല ലോക ജന്തുജന്യ രോഗ ദിനാചരണം സംഘടിപ്പിച്ചത്. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഉഷാറാണി N അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനതല ലോക ജന്തുജന്യ രോഗ ദിനാചരണം കാക്കനാട് നടന്നു. വെറ്ററിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ, കേരള ആരോഗ്യ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനതല ലോക ജന്തുജന്യ രോഗ ദിനാചരണം സംഘടിപ്പിച്ചത്. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N ഉഷാറാണി അധ്യക്ഷത വഹിച്ചു. ജന്തുജന്യ രോഗങ്ങൾ കണക്കിലെടുത്ത് പബ്ലിക് ഹെൽത്തിൽ വെറ്ററിനറി വിഭാഗം പ്രത്യേകം ആരംഭിക്കണമെന്നും മൃഗചികിത്സയ്ക്കുള്ള ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിതരണം നടത്തുന്നത് അടിയന്തരമായി നിർത്തണമെന്നും ദിനാചരണ ചടങ്ങിൽ ഡോക്ടർ N ഉഷാറാണി അഭിപ്രായപ്പെട്ടു.
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മിഡ്സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെയിൻ ചിമ്മൻ വസ്തുതാ വിവരണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സവിത കെ മുഖ്യപ്രഭാഷണവും നടത്തി. ജില്ലാ മൃഗസംരക്ഷണ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ എസ്, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ അംഗം ഡോക്ടർ ലീന പോൾ, ജന്തുജന്യ രോഗങ്ങൾ മൃഗങ്ങളിൽ എന്ന വിഷയത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി സേതുലക്ഷ്മിയും, ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിൽ എന്ന വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ലാബ് ശാക്തീകരണം സർവെയിലൻസ് വൺ ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഖിലേഷ് മേനോൻ ആർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ കെ ജയരാജ് സ്വാഗതവും ഡോക്ടർ കൃഷ്ണദാസ് പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രിൻസ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. SSLC, +2 വിവിധ മത്സര പരീക്ഷകൾ തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഗമം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രിൻസ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സിറാജ് സലീം സ്വാഗതം ആശംസിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ആ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് മറ്റാർക്കും, ഞങ്ങൾ ഇന്ന് ഹാളിലുള്ള ഞങ്ങൾക്ക് ആർക്കെങ്കിലുമോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ഈവൻ നിങ്ങളുടെ അധ്യാപകർക്കോ പോലും അതിന് കഴിയില്ല. കാരണം ഇനിയുള്ള പ്രായമെന്ന് പറയുന്നത് കൗമാരത്തിൽ അല്ലെങ്കിൽ യൗവനത്തിൽ എന്ന് പറയുന്നത് ഏറ്റവും നിറമുള്ള ലോകമാണ് നമ്മുടെ ചുറ്റും വിരിഞ്ഞു വരിക. ഏറ്റവും നിറമുള്ള കാലഘട്ടമാണ്. എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളും മുന്നിൽ വരുന്ന കാലഘട്ടമാണ്. അതിൽ എന്തു വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ തീരുമാനത്തിലാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കപ്പെടുക. ജീവിത വിജയമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെയാണ്. കാരണം ഒരു നിമിഷത്തെ ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത മാത്രം മതി ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ പഠനത്തെക്കുറിച്ച് വലിയ ആത്മവിശ്വാസമുള്ള പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് എന്ന ഉള്ളിൽ അഹങ്കാരമുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ വിക്രിയകളും അലമ്പും ഒക്കെ ചെയ്യുമെന്നുണ്ടെങ്കിലും എൻ്റെ പഠനം ഞാൻ നോക്കും, എനിക്ക് പഠിക്കാൻ കഴിയും, പഠിച്ച് ഞാൻ മാർക്ക് വാങ്ങും എന്നതായിരുന്നു എൻ്റെ ഉള്ളിലെ അഹങ്കാരം. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടിക്കൽ, DCC ജനറൽ സെക്രട്ടറി CB ദാമോദരൻ, DCC മെമ്പറും സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സോമരാജ് KR, DCC ഭാരവാഹിയായ ജോൺസൺ കുര്യൻ, ഉടുമ്പന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്, UDF ചെയർമാൻ PN നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹിളാ കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഹാജറ സെയ്ദ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിബിൻ അഗസ്റ്റിൻ, മനു CL, റമീസ് കൂരാപ്പള്ളി, ഫൈസൽ TL, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൈസി ഡെനിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് PT ജോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അർജുൻ സാജൻ, പവൻ കൃഷ്ണ ഉണ്ടോ? അർജുൻ സാജൻ, മുഹമ്മദ് റാബി KS, നിരഞ്ജൻ R, മുഹമ്മദ് അന്ന ഐസക്, മുഹമ്മദ് ഷഹബാസ്, അനീറ്റ ബിജു, ദേവ് ഷിജു, അഞ്ജന ഷൈൻ, ദീപക് ഫാത്തിമ, രാമചന്ദ്രൻ, അഭിലാഷ്, മിഥുൻ അജി, ജോയ്, ജോജോ, ലിയോ അനോഷ്, അനന്തകൃഷ്ണ CA, C സേതുലക്ഷ്മി, ആനി രാജേഷ്, ഫർസാന അജിത്,
പൂജ സയാന സിദ്ധ രാജീവ് ബവാസ് നസീർ അജിൽ മോഹൻ ജോസ് മാത്യു ആൽവിൻ നോയൽ ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ. യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച കാരുണ്യഹസ്തം ചാരിറ്റി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൈമാറിക്കൊണ്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് N. ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച കാരുണ്യഹസ്തം ചാരിറ്റി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൈമാറിക്കൊണ്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം അത് പാർട്ടിക്കും അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാക്കി പുതിയ തലമുറയ്ക്ക് മാറ്റാൻ കഴിയണം. വളരെ ആത്മാർത്ഥതയോടുകൂടി അതിനകത്ത് ഇടപെടാൻ അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് N. ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. KPCC അംഗം AG ജോർജ്, KP ബാബു, അഡ്വക്കേറ്റ് സിജു എബ്രഹാം, സൈജൻ ചാക്കോ, അനൂപ് കാസിം, CJ എൽദോസ്, അനൂപ് ജോർജ്, യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സിബി ചേട്ടിയാക്കുടി, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ റമീസ് KA, മേഘ ഷിബു, റഫീഖ് മുഹമ്മദ്, KSU ഭാരവാഹികളായ അനൂസ് V. ജോൺ, ബേസിൽ പാറേക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു. ബേസിൽ കൈനാട്ടുമറ്റം, വാഹിദ് പാനിപ്ര, എൽദോസ് പൈലി, അജ്നാസ് ബാബു, നൌഫൽ മധുരപ്പള്ളി, ബേസിൽ T. ജോയ്, അഖിൽ ആന്റണി, അജീബ് ഇരമല്ലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ഗ്യാസ് മാസ്റ്ററിംഗ് സൗജന്യ സർവീസ് ഒരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ശ്രദ്ധേയമായി. ഗ്യാസ് ഏജൻസിയുടെ സഹകരണത്തോടെ അടിവാട് വ്യാപാര ഭവനിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ മാസ്റ്ററിംഗ് സർവീസ് ക്യാമ്പ് നടത്തി. ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MA ഷെറു അധ്യക്ഷത വഹിച്ചു. ഗ്യാസ് മസ്റ്ററിംഗ് സൗജന്യ സർവീസ് ഒരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ്. ഗ്യാസ് മസ്റ്ററിംഗ് സംവിധാനത്തിന് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരവുമായിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാർ പാചകവാതക ഉപഭോക്താക്കളോട് മസ്റ്ററിംഗ് നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് സൗജന്യ മസ്റ്ററിംഗ് ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചത്. ഗ്യാസ് ഏജൻസിയുടെ സഹകരണത്തോടെ അടിവാട് വ്യാപാര ഭവനിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ മസ്റ്ററിംഗ് സർവീസ് ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നിയമം അനുസരിച്ച് ഗ്യാസിന്റെ ബുക്കുകൾ മസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യത്തിലേക്ക് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ദിവസം ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് അടിവാട് വ്യാപാര ഭവനിൽ വെച്ച് മസ്റ്ററിംഗ് ഇന്ന് 3 മണി മുതൽ ആരംഭിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ വ്യാപാരികൾ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഇതിനു മുൻപും നാട്ടുകാർക്ക് വേണ്ടി വ്യാപാരികൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മാസ്റ്ററിംഗ് ക്യാമ്പ് നടത്തി വരുന്നത്. സെക്രട്ടറി MA ഷെറു അധ്യക്ഷനായി. ട്രഷറർ KJ ജോസ്, വ്യാപാരി യൂത്ത് വിംഗ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷംജൽ, ജില്ലാ കമ്മിറ്റി അംഗം ഉമ്മർ കുഞ്ചാട്ട്, KE കാസിം, OE കരീം, ഓണർ മര്യാദാസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായിരുന്നു. സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. ഹോളി ഫാമിലി LP സ്കൂൾ ഹെഡ് മാസ്റ്റർ KT തോബിയാസ് സ്വാഗതവും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനോയ് ജോർജ് നന്ദിയും പറഞ്ഞു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോളി ഫാമിലി LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ 100-ൽ പരം അധ്യാപക അനധ്യാപകരെ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അധ്യാപക ശാക്തീകരണ സെമിനാർ നയിച്ചു. ഞാൻ ഇന്നിവിടെ അധ്യാപകനാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങളും അധ്യാപന വൃത്തി ചെയ്യുന്നവരാണ്. എന്നെക്കാളും അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള ഒരുപാട് അധ്യാപക കൂട്ടം ഈ സമൂഹത്തിലുണ്ട്.
ആതിഥ്യമുള്ള കരിമണ്ണൂർ സ്കൂളിൽ വന്ന്, അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിൽ വന്ന് 100% ഹയർ സെക്കൻഡറിയിലും അതോടൊപ്പം തന്നെ ഹൈസ്കൂളിലും വിജയം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഈ കലാലയത്തിലെ അധ്യാപകരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും? സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അധ്യക്ഷനായിരുന്നു. അവരുടെ ഒരു പൂർവ്വ അധ്യാപക സംഗമം വെക്കണം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്നും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വലിയ ഔന്നത്യത്തിലെത്തിയവരെ ഒന്ന് ആദരിക്കുക, സമർപ്പിതരായവരെ ഒന്ന് ആദരിക്കുക. അത് സംഗമങ്ങളുടെ തലത്തിൽ ഒരു കാര്യമായിട്ട് കൂട്ടുകയാണ്. രണ്ടാമത്തേത് മത്സരങ്ങളാണ്. മത്സരങ്ങൾ കുട്ടികൾക്കും സാധാരണക്കാർക്കും ഒക്കെ പങ്കെടുക്കാവുന്ന വിധത്തിൽ ഏതാനും എഴുത്ത് മത്സരങ്ങൾ നടത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ക്വിസ് മത്സരം, എസ്സേ കോമ്പറ്റീഷൻ. സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. ഹോളി ഫാമിലി LP സ്കൂൾ ഹെഡ്മാസ്റ്റർ KT തോബിയാസ് സ്വാഗതവും കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് നന്ദിയും പറഞ്ഞു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ മാത്യു എടാട്ട്, അധ്യാപകരായ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, മാത്യു വർഗീസ്, സെന്റ് മേരീസ് പള്ളി ട്രസ്റ്റി ഫ്രാൻസിസ് മാണിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയോടനുബന്ധിച്ച് വിദ്യാലയത്തിന്റെ നവതി ആഘോഷത്തിനായുള്ള വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. അധ്യാപകരായ മിനി മാത്യു, സജി ജോസ്, മിനി എ ജോൺ, GSM അലക്സ്, സിമി പോൾ, നവീൻ ജോസ്, സീനിയർ ക്ലർക്ക് ഷിജോ ജോസഫ്, സെന്റ് മേരീസ് പള്ളി ട്രസ്റ്റിമാരായ സാൻഡി ജോസഫ്, ലോയിഡ് ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും പീരുമേട് താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിയുമായിരുന്ന വണ്ടൻ പതാൽ വിക്ടറി നഗറിൽ സതീഷ് ഭാര്യ ബീനാമോളുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഒരു നാട് ഒത്തുചേർന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സർവകക്ഷി അനുയോജന യോഗം ചേർന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേഷ് സുധാകരൻ, NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജിറ, കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈൻ തുടങ്ങി നിരവധി ആളുകൾ പ്രസംഗിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും പീരുമേട് താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിയുമായിരുന്ന വണ്ടൻമദാർ വിക്ടറി നഗറിൽ സതീഷിന്റെ ഭാര്യ ബീനാമോളുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഒരു നാട് ഒത്തുചേർന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേഷ് സുധാകരൻ, NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജിറ, കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈൻ, CPM ലോക്കൽ സെക്രട്ടറി PK സുധീർ, ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്ധ്യ രാജി, SNDP കോരത്തോട് ശാഖാ യോഗം പ്രസിഡന്റ് സാബു AM, വണ്ടൻമദാർ ശാഖ വൈസ് പ്രസിഡന്റ് സജീവൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R രമേശ്, J ഹരിദാസ്, A ഗ്രേഷ്യസ്, സംസ്ഥാന കമ്മിറ്റി അംഗം R ബിജുമോൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KS രാഗേഷ് സ്വാഗതവും പ്രസിഡന്റ് KV സാജൻ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയിലിരിക്കെയാണ് ബീനാമോൾ അന്തരിച്ചത്. അർബുദബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും കൊട്ടാരക്കരയിലും അടൂരും റാന്നിയിലും മുണ്ടക്കയത്തെ വസതിയിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് കോരത്തോട് തറവാട് വീട്ടുവളപ്പിൽ ഞായറാഴ്ച വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നൂറുകണക്കിന് ജനങ്ങളും ജീവനക്കാരും വിവിധ ഇടങ്ങളിൽ ഒഴുകിയെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ സംഘടനാ പതാക പൊതുപ്പിച്ച് ആദരവ് നൽകി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, വാഴൂർ സോമൻ MLA, സെബാസ്റ്റ്യൻ കുളുത്തങ്കൽ MLA, രാഷ്ട്രീയ നേതാക്കളായ പന്യൻ രവീന്ദ്രൻ, KP രാജേന്ദ്രൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, സബ് കളക്ടർ ഡോക്ടർ അരുൺ S നായർ, വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രമുഖർ വിവിധ ഇടങ്ങളിലായി അന്ത്യോപചാരം അർപ്പിച്ചു. വരാൻ പോകുന്ന കാലഘട്ടം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷത്തിലടക്കം അത് വലിയ തോതിൽ ബാധിക്കപ്പെടുന്ന ഇന്ത്യയിലെയും കേരളത്തിന്റെയും സിവിൽ സർവീസ്, അവിടെയെല്ലാം ജീവനക്കാരെ കൂട്ടിയോജിപ്പിക്കുവാനും യോജിച്ച പ്രക്ഷോഭത്തിന് അണിചേരുവാനും ഒരു ഇടതുപക്ഷ മനസ്സായി തന്നെ നിന്നുകൊണ്ട് രണ്ട് സംഘടനകൾക്കും പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും യോജിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് വനിതകൾ സംഘടനാ രംഗത്തേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ ഘട്ടത്തിലാണെങ്കിലും വീട്ടിലെ മറ്റാവശ്യങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിന്റെ വലിയ തോതിലുള്ള പിന്തുണ ബീനാമോൾക്ക്
ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന തയ്യാറാക്കിയ 1924 മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ ഉള്ളടക്കമായുള്ള സ്മരണകിയുടെ പ്രകാശനം നടന്നു. 1924 പ്രളയത്തിൽ തകർന്ന മൂന്നാറിലെ റെയിൽവേ ലൈനും പഴയ ആലുവ മൂന്നാർ റോഡും എന്നും മൂന്നാർ ജനതയുടെ നൊമ്പരമാണ്. സ്മരണകിയുടെ പ്രകാശനം തൊടുപുഴയിൽ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി നിർവഹിച്ചു. മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥിനിയും റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറുമായ KM ഖദീജ കോപ്പി ഏറ്റുവാങ്ങി. സംഘടനയുടെ പ്രസിഡന്റ് MJ ബാബു, A സുരേഷ്, ഫാദർ ജോസഫ് പറയനിലം തുടങ്ങിയവർ സംബന്ധിച്ചു. മൂന്നാറിന്റെ നീറുന്ന ഓർമ്മകൾ ഒരു നൂറ്റാണ്ടിലെത്തുമ്പോൾ ആ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകി മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. 1924 മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ ചികഞ്ഞെടുത്താണ് സ്മരണികയിലൂടെ പുറത്തെത്തിച്ചിട്ടുള്ളത്. 1924 പ്രളയത്തിൽ തകർന്ന മൂന്നാറിലെ റെയിൽവേ ലൈനും പഴയ ആലുവ മൂന്നാർ റോഡും എന്നും മൂന്നാർ ജനതയുടെ നൊമ്പരമാണ്. 1924 ജൂലൈ മാസം 17-ാം തീയതി രാത്രിയാണ് ആ റെയിൽവേ ലൈൻ തകർന്നത്. അതുപോലെ ഇപ്പോൾ രാജപാത എന്ന് പറയുന്ന പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്ന മാങ്കുളം വഴിയുള്ള റോഡായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ്. ആ റോഡ് ആ പ്രളയത്തിൽ തകർന്നു. അന്നത്തെ മൂന്നാർ ടൗൺ ആ പ്രളയത്തിൽ തകർന്നു. അതിനുശേഷം പുനഃസ്ഥാപിച്ചതാണ് ടൗണ്. അതിനുശേഷമാണ് റെയിൽവേക്ക് ശേഷം റോപ്പ് വേ വരുന്നത്. ആ റോപ്പ് വേക്ക് പിന്നെ ഗതാഗതം വരുന്നത് ശരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഈ പ്രളയം കണ്ട 2-3 ആളുകളുണ്ടായിരുന്നു. അന്ന് അവിടെ എസ്റ്റേറ്റിലൊരു മാനേജറായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മാനേജറായിട്ടുണ്ടായിരുന്ന AFF മാർട്ടിൻ്റെ ഭാര്യ വയലറ്റ് മാർട്ടിൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പുസ്തകം UK-യിലൊരു ലൈബ്രറിയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി. അതുപോലെ 2 എസ്റ്റേറ്റ് മാനേജർമാർ ഇതിനകത്ത് അപകടപ്പെട്ട 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതും അതുപോലെ തന്നെ UK-യിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് വാങ്ങി. പിന്നെ പീരുമേടിലാണ് വലിയ തോതിൽ നഷ്ടമുണ്ടായത്. 1924 ജൂലൈ 17 രാത്രിയിലാണ് റെയിൽവേ ലൈൻ തകർന്നത്. പരംജ്യോതി നായിഡു പകർത്തിയ അക്കാലത്തെ ചിത്രങ്ങളും സ്മരണികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലവർഷം 99 വെള്ളപ്പൊക്കമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രളയത്തിൽ കേരളത്തിൽ ആയിരങ്ങളാണ് മരിച്ചത്. കേരളത്തിലെ അന്നത്തെ ഏക അണക്കെട്ടായ മുല്ലപ്പെരിയാർ കവിഞ്ഞൊഴുകി. കടുവയും പുലിയും ആനയും ഒഴുകി നാട്ടിലെത്തി. അന്ന് കണ്ണൻദേവൻ കുന്നുകളിലെ പ്രളയം നേരിൽ കണ്ടവർ എഴുതിയ ലേഖനങ്ങൾ സ്മരണികയിൽ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണ്ണൻദേവൻ കമ്പനിയിലെ ആദ്യ മാനേജർമാരിൽ ഒരാളായ AFF മാർട്ടിന്റെ ഭാര്യ വയലറ്റ് എഴുതിയതാണ് ഇതിൽ പ്രധാനം. 1924 ജൂലൈ 15 ചെണ്ടുവര എസ്റ്റേറ്റിൽ പെയ്തു തുടങ്ങിയ മഴ ഹൈറേഞ്ചിനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് അവർ പറയുന്നു. ഓരോ എസ്റ്റേറ്റിലെയും കെടുതികളും രക്ഷാപ്രവർത്തനങ്ങളും അവർ വിവരിക്കുന്നു. പ്രളയത്തിന്റെ നേർക്കാഴ്ചയാണ് അവരുടെ ലേഖനം. കണ്ണൻദേവൻ കമ്പനിയിലെ മാനേജർമാരായിരുന്ന ഗ്രോളി ബേഡ്, DL റീസ് എന്നിവരുടെ കുറിപ്പുകളും പ്രളയത്തിന്റെ ഭീകരാവസ്ഥ വരച്ചു കാണിക്കുന്നു. മൂന്നാറിന് പുറമെ പീരുമേട്ടിലും തിരുവിതാംകൂറിന്റെ മറ്റ് പ്രദേശങ്ങളിലും മലബാറിലും മഴ എങ്ങനെ ബാധിച്ചുവെന്ന് മാധ്യമപ്രവർത്തകനായ MJ ബാബു വിവരിക്കുന്നു. 1961 2018 പ്രളയം, പെട്ടിമുടി ദുരന്തം എന്നിവയും വിവരിക്കുന്നുണ്ട്. 1924 ശേഷം മൂന്നാറിനുണ്ടായ മാറ്റങ്ങൾ വ്യക്തമാക്കുന്ന വിവിധ ലേഖനങ്ങളുമുണ്ട്. പ്രളയത്തിൽ തകർന്ന മൂന്നാർ ടൗൺ പുതുക്കി പണിത HOL മരിക്കാരന്റെ പ്രവർത്തനങ്ങൾ, റെയിൽവേക്ക് പകരം റോപ്പ് വേയും പിന്നീട് ലോറി സർവീസും ആരംഭിച്ചതും കമ്പനി ആസ്ഥാനം മൂന്നാറിലേക്ക് മാറ്റിയതും ജലവൈദ്യുതി നിലയങ്ങൾ സ്ഥാപിച്ചതും വിവരിക്കുന്നു. മാധ്യമപ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ G ഷഹീദ് വരിയാടുകളെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നാർ സ്വദേശിയായ മുൻ തമിഴ്നാട് DGP വാൾട്ടർ ദേവാരം, ലതിക ശരൺ, മൂന്നാറിൽ ഡോക്ടറായിരുന്ന സുലോചന നാലപ്പാട്ട് തുടങ്ങിയവരും വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. തേയിലയും കുറിഞ്ഞിയും ഫുട്ബോളും തുടങ്ങി വിവിധ വിഷയങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മൂന്നാർ തീവണ്ടിയുടെ തകർച്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ പറയുന്നുണ്ട്. 99 വെള്ളപ്പൊക്കം സൃഷ്ടിച്ച ദുരന്തം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. സ്മരണികയുടെ പ്രകാശനം തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി നിർവഹിച്ചു. മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥിനിയും റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറുമായ KM ഖദീജ കോപ്പി ഏറ്റുവാങ്ങി. സംഘടനാ പ്രസിഡന്റ് MJ ബാബു, A സുരേഷ്, ഫാദർ ജോസഫ് പറയനിലം തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മളതിന്റെ അവശേഷിപ്പുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ച് വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സൂചനയാണ് ഈ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ഇവിടെ പുറത്തിറക്കിയിരിക്കുന്നത്. ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മൂന്നാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ മൂന്നാറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തിയാണ് MJ ബാബുചേട്ടൻ. ബാബുചേട്ടൻ പുസ്തകങ്ങൾ മൂന്നാറെ സംബന്ധിച്ച് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം മുൻകൈയെടുത്താണ് പുറത്തിറക്കുവാനായിട്ട് പ്രയത്നിച്ചത്. അപ്പം അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെയും
ഈ വേദിയിലുള്ള മുഴുവൻ വ്യക്തികളെയും എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഇനി തൊടുപുഴ നഗരത്തിൽ നിന്നുള്ള കാഴ്ചകൾ. വൈദ്യുതി ബോർഡ് ടച്ചിംഗ് വെട്ടിയാൽ അവ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം ജനങ്ങൾക്ക്. ഞായറാഴ്ച തൊടുപുഴ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തലപ്പുകൾ വെട്ടി അധികൃതർ റോഡിൽ ഉപേക്ഷിച്ചു. ഇനി അവ അവിടെ കിടന്ന് അഴുകിയും ഉണങ്ങിയും നശിക്കണം. ടച്ചിംഗ് കരാർ കൊടുക്കുമ്പോൾ ഇവ നീക്കം ചെയ്യാനുള്ള പണവും നൽകുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഇക്കാര്യം ചോദിക്കാൻ നമ്മുടെ നഗരത്തിൽ ഒരു ജനപ്രതിനിധിയോ പൊതുപ്രവർത്തകരോ ഇല്ല. കാരണം വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ തിരുവമ്പാടിയിലെ പോലെ വീട്ടിലെ ഫ്യൂസ് ഊരുമോ എന്ന ഭയമാണ് ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും. അരുൺ അരിപ്പുഴ പകർത്തിയ ദൃശ്യങ്ങൾ. ഇടുക്കി ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള അവാർഡ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി. സ്കൂളിലെ അധ്യാപകരും ലിറ്റിൽ കൈറ്റ്സ് പ്രതിനിധികളായ അഭിമന്യു ജി, അഖിൽ MB, ദുർഗാദേവി, അക്ഷയ VJ എന്നിവരും ചേർന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയിൽ നിന്നും ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് യൂണിസെഫ് പഠന റിപ്പോർട്ടിനെ കുറിച്ച് അവലോകന പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള അവാർഡ് കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി. ജില്ലയിലെ മികച്ച യൂണിറ്റായി തെരഞ്ഞെടുത്ത കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 30,000 രൂപയുടെ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവുമാണ് ലഭിച്ചത്. തിരുവനന്തപുരം നിയമസഭാ കോംപ്ലക്സിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ അധ്യാപകരും ലിറ്റിൽ കൈറ്റ്സ് പ്രതിനിധികളായ അഭിമന്യു ജി, അഖിൽ MB, ദുർഗാദേവി, അക്ഷയ VJ എന്നിവരും ചേർന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയിൽ നിന്നും ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് യൂണിസെഫ് പഠന റിപ്പോർട്ടിനെ കുറിച്ച് അവലോകന പ്രഭാഷണം നടത്തി. യൂണിസെഫ് ഇന്ത്യ സോഷ്യൽ പോളിസി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഖില രാധാകൃഷ്ണൻ, IT ഫോർ ചേഞ്ച് ഡയറക്ടർ ഗുരുമൂർത്തി കാശിനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അൻവർ സാദത്ത് സ്വാഗതവും ലിറ്റിൽ കൈറ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ മുഹമ്മദ് അസ്ലാം നന്ദിയും പറഞ്ഞു. 2019 ലിറ്റിൽ കൈറ്റ്സ് അവാർഡും 2022 സ്കൂൾ വിക്കി അവാർഡും ഈ സ്കൂളിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗവൺമെന്റ് HSS കുടയത്തൂരിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും അധ്യാപകരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു. ന്യൂസ് ബ്യൂറോ കുടയത്തൂർ. വണ്ടിപ്പെരിയാർ CHSയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം ജനകീയമാകുന്നു. INTUCയുടെ പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാം ദിവസം നടന്ന ഉപവാസ സമരത്തിന്റെ സമാപനം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത വീണ ജോർജിനെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ച CPM ആരോഗ്യ മേഖലയുടെ കച്ചവട ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും ജില്ലയിലെ 11 ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി നുണപ്രചാരണമാണ് നടത്തുന്നതെന്നും ആഗസ്തി കുറ്റപ്പെടുത്തി. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം ജനകീയമാവുന്നു.
വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുക, ആശുപത്രിയിലെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CHSയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ച റിലേ ഉപവാസ സമരം 8ാം ദിനം കടക്കുമ്പോൾ ജനകീയമാവുകയാണ്. INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള പ്രകടനത്തോടെയാണ് തുടക്കമായത്. പ്രകടനം വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിലെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നതോടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC വർക്കിംഗ് പ്രസിഡന്റ് M. ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്ന ഉപവാസ സമരത്തിന് DCC ജനറൽ സെക്രട്ടറി R. ഗണേശൻ സ്വാഗതം ആശംസിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ റിലേ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രിയെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കാതെ ഈ ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് CV വർഗീസാണ്. അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ്. അങ്ങനെ വണ്ടിപ്പെരിയാറ്റിൽ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാറ്റിൽ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പാപ്പച്ചി വെട്ടിക്കാട്ട്, INTUC ജില്ലാ സെക്രട്ടറി ജോൺ P. തോമസ്, DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത്, നേതാക്കളായ രാജൻ കുഴവമാക്കൽ, TM ഉമ്മർ, ഗീതാ നേശയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വൈകുന്നേരം നടന്ന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ M. ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉപവാസ സമര സമാപനം ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായി നിയമിച്ചതിൽ ആരോഗ്യരംഗത്തെ കച്ചവടമാണ് CPIM ലക്ഷ്യമിടുന്നതെന്നും ജില്ലയിലെ 11 ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ് നുണപ്രചാരണമാണ് നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ആദ്യമായി നിയമസഭയിലേക്ക് വന്ന യാതൊരു പരിചയമില്ലാത്ത, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലാത്തൊരു പഞ്ചായത്ത് പോലുമായിട്ടില്ലാത്ത ഒരാളിനെ വകുപ്പിന്റെ ചുമതലയേൽപ്പിച്ചു. ആരോഗ്യ വകുപ്പിന്റെ സെൻസേഷനായ ഒരു വകുപ്പിന്റെ ചുമതലയേൽപ്പിച്ചു. അതെന്തിനേൽപ്പിച്ചു? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കത്തിൽ ദുഷ്ടലാക്കേണ്ട പർച്ചേസിൽ ഇടപെടാൻ പറ്റും. പർച്ചേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരുന്ന് വാങ്ങലും മരുന്ന് വിതരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അടിമ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഏറ്റവും അടിമ നടത്തുന്ന സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, കച്ചവടം നടത്താൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരു ബന്ധമില്ലാത്ത വീണ ജോർജിനെയുള്ള ഒരാളിനെ മന്ത്രിയാക്കി ഈ സ്ഥാനത്ത് അവരോധിച്ചത്. അവരിങ്ങനെ പ്രസ്താവനയൊക്കെ നടത്തിപ്പോകും. അല്ലാതെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി അവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ നോക്കിയ നമ്മുടെ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കൊണ്ടിട്ട് കൈരളി ചാനലിൽ ഒരു ചർച്ച നടത്തി. ഞാനും അതിൽ പങ്കെടുത്തതാണ്. CPM വേണ്ടി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ തീരുമാനത്തിൽ 11 ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കാന്നാണ് പറഞ്ഞത്. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഇപ്പൊ ഇവിടെ ഒന്ന് മറുപടി പറയണം. ഏത് ഹോസ്പിറ്റലാണ് അപ്ഗ്രേഡ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല, ഉത്തരവാദിത്തമുള്ളവരാരും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹമല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്ന വളരെ കള്ളമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ കുറെ ആളുകളൊന്ന് കൂക്കി വിളിച്ചു. അല്ലേ, കൂക്കി വിളിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന വല്ല കാര്യം. ഞാൻ TV വർഗീസിനെ വെല്ലുവിളിക്കുകയാണ്. അപ്ഗ്രേഡ് ചെയ്ത 11 ആശുപത്രികളുടെ ലിസ്റ്റിലാണ് തിരുമണി നിയോജകമണ്ഡലത്തിൽ. അപ്ഗ്രേഡ് ഒന്നും ചെയ്യേണ്ട, ഉള്ളതൊന്നും നടത്തിക്കൊണ്ട് പോയാൽ മതി.
വണ്ടിപ്പെരിയാർ ക്രിയേറ്റീവ് സ്വയം സഹായ സംഘം ഭാരവാഹികളായ പ്രസിഡന്റ് കുമാർ, സെക്രട്ടറി വില്യംസ്, കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, നേതാക്കളായ ബിജു ദാനിയേൽ, വക്കച്ചൻ തുരുത്തിയിൽ, TC ബിജു, ബാബു അത്തിമുട്ടിൽ, ശൈലജ ഹൈദ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KA സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം അനുഷ്ഠിച്ച മുഴുവൻ ഭാരവാഹികൾക്കും നാരങ്ങാനീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ കൊണ്ടുവന്ന പട്ടയ ഉത്തരവ് ഇടുക്കി ജില്ലാ കളക്ടർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ആദിവാസി സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂലൈ 10 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനു മുൻപിൽ ധർണ നടത്തുമെന്ന് ആദിവാസി ഏകോപന സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനതല ലോക ജന്തുജന്യ രോഗ ദിനാചരണം കാക്കനാട് നടന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്യാസ് മാസ്റ്ററിംഗ് സൗജന്യ സർവീസ് ഒരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ശ്രദ്ധേയമായി. ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.